ഗായ്സ്, നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് പൊട്ടാറ്റോയുടെ പലഹാരമാണ്. ഇത് ചെയ്യണ മുമ്പ് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. ഇപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഒരു പൊട്ടാറ്റോ എടുക്കാം. അതിലത്തെ തോലൊക്കെ ചെത്തിയിട്ട് നമ്മൾ അത് കഷ്ണങ്ങളാക്കി വേവിക്കാൻ എടുക്കാം. ഇത് വേവിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അത് ഒരു പാത്രത്തിൽ ഇടാം. ഇതിപ്പോൾ നമ്മൾ പാത്രത്തിലിട്ട് കഴിഞ്ഞു. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് സ്പാച്ച് ചെയ്യാം. ഇത് ചൂടോടെ തന്നെ ചെയ്യണം. ഇനി നമ്മൾ സ്മാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കൈ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി നല്ലോണം സ്മാഷ് ചെയ്യണം. ഇപ്പം എൻ്റെ അമ്മ ഇടാൻ പോണത് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും എന്നിട്ട് മല്ലിയും കോൺഫ്ലവറും ഇടാൻ പോവുകയാണ്. ഇട്ട ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് കൈ വെച്ച് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു. ഇനി നമുക്കിത് ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ എൻ്റെ അമ്മ ചെയ്യണ്ടല്ലോ. ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യോ ഗായ്സ്. ഞാൻ ലാസ്റ്റ് വേറെ ഒരു വീഡിയോയില് ഞാൻ പാട്ട് പാടിത്തരാം. കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഇനി നമുക്ക് ഇങ്ങനെ ആക്കി ഇത് കുറച്ച് നേരം വെക്കാം. കുറച്ച് നേരം വെച്ച ശേഷം ഇത് നമുക്ക് കുറച്ച് കയ്യിൽ ഓയില് നമുക്ക് തേക്കാം. ഇപ്പം നമ്മളൊരു പാൻ എടുത്തു. എന്നിട്ട് അതിൽ എണ്ണ ഇട്ടു. എന്നിട്ട് കയ്യിൽ കുറച്ച് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെടുത്തത് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഉരുള ചപ്പാത്തി പോലെ നമ്മൾ ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ ആക്കാം ഗൈസ്. ആക്കിയിട്ട് നിങ്ങൾക്ക് കുറേ ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം.
ഇപ്പം നമ്മൾ ഇതേപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമുക്ക് ഒന്നിങ്ങനെ ഉരുട്ടി കൊടുക്കാം. ഉരുട്ടി കൊടുത്ത് ആ പാത്രത്തിൽ വെക്കാം. ഇത് നല്ല പോലെ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇത് ഇങ്ങനെ ഉരുളണ മുമ്പ് നിങ്ങൾ കയ്യിൽ എണ്ണ വെച്ചിട്ടാണ് കേട്ടോ. ഇനി അമ്മ ഓരോരോ ഉരുളയും എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങി. ഞാനിപ്പോൾ ഒരു ഷേപ്പിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ചെയ്യാം. ഞാൻ അഡ്ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഷേപ്പിൽ കാണിച്ചു തരാമോ? ഇത് വേറെ വേറെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഹാർട്ട്, റൗണ്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഉണ്ടാക്കി ഇത് നമുക്ക് ഫ്രൈ എടുത്ത ശേഷം ഇത് നമുക്ക് ഈ ഫ്രൈ എടുത്തത് കുറച്ച് ഇളക്കി കൊടുക്കാം. നല്ല ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് നോക്കി ചെയ്യണം കേട്ടോ, കൈ പൊള്ളും. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് കുറച്ച് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട് ഗായ്സ്. എന്നിട്ട് ഇത് ശേഷം ഗ്യാസ് ഇത്തിരി കുറച്ചിട്ട് വേണം ചെയ്യാൻ. ഒരിത്തിരി സ്പീഡ് മതി, പക്ഷെ വളരെ സ്പീഡാക്കരുത്. ഇത് നല്ല ക്രഞ്ചിയൊക്കെ ഉണ്ടാവും. ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല കറുമുറു അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മൾ ഇതൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇത് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് ഇടുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് നമ്മളിപ്പോൾ അതിലേക്ക് എടുത്തു വയ്ക്കും. ഇപ്പം നല്ല ഫ്രൈ ചെയ്തിട്ട് ഇത് നല്ല ക്രഞ്ചി ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല ഫ്രൈ ചെയ്ത് ശരിയായി. ഇപ്പം നമ്മൾ അത് എടുത്ത് ബൗളിലേക്ക് ഇടാൻ പോവുകയാണ്. ഇത് നോക്കിയിട്ട് വേണം ഇടാൻ. ഇപ്പം നമ്മൾ നല്ല ശ്രദ്ധിച്ച് വേണം ഇതിടാൻ. ഇനിയും
കുറച്ച് മാവുണ്ട്. അതിൽ അമ്മ കുറച്ചും കൂടി നല്ല ഷേപ്പിൽ ചെയ്യുന്നുണ്ട്. ഇത് ലൈക്കും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. എൻ്റെ അമ്മ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട്. ഇതിപ്പോൾ കുറച്ച് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് നമുക്ക് ഇത്തിരി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ കണ്ണാടി ബൗളിൽ കാണുന്നതാണ് ഞാൻ ഇപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കിയ പൊട്ടാറ്റോയുടെ ഒരു പലഹാരം. ഇത് കാണുമ്പോൾ നല്ല ഡാർക്കായിട്ടുണ്ടാവും കേട്ടോ, പക്ഷേ ഇത് നല്ല ടേസ്റ്റും നല്ല രസവും ഉണ്ടാവും. ഇതിൽ മസാലയാണ്. മസാല, ഉപ്പ്, മല്ലിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി ഓരോരോ ഷേപ്പിലൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലോ ഇഷ്ടപ്പെട്ട കളറോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം അത് നന്നായി ചെയ്തു കഴിഞ്ഞു. ഇനി ആ ബൗളിൽ ഇടുക. ഇത് നോക്കി വേണം ഇടാൻ, താഴെ വീഴരുത്. നോക്കൂ, ഇത് ഞാനിപ്പോൾ ഉള്ളിൽ കാണിക്കാൻ പോവുകയാണ്. നോക്കൂ, നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കിയ പോലെ തന്നെ ഇത് നല്ല രസമായിട്ടുണ്ട്. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ ഞാൻ വേറെ പലഹാരം എങ്ങനെയെങ്കിലും ഞാൻ ഇട്ടുതരാം കേട്ടോ. ബൈ. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ ബൈ. ഞാൻ അടുത്ത പ്രാവശ്യം പാട്ട് പാടിത്തരാൻ പറഞ്ഞു. ഉറപ്പായിട്ടും ഞാൻ പാട്ട് പാടിത്തരാം. ബൈ ബൈ.